ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ അഭി വലിയ ആളൊക്കെ കളിച്ച് കയറിയിരിക്കുക കേട്ടോ സാറുമാരുടെ മുന്നിൽ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ GM ആയിട്ടുള്ള സാറ് വന്നിട്ട് ഇവരോട് കുറേ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അഭി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് അങ്ങ് ഡീലങ്ങ് ഉറപ്പിച്ചേക്കാം എന്ന് വേറൊരു സാറ് പറയുമ്പം, ഉറപ്പിക്കണം സാർ, ഇപ്പം തന്നെ സമയം ഒരുപാടായി എന്ന് ഡേവിഡ് പറയുക. അപ്പോൾ ആ ഒരു ഡയലോഗ് പറഞ്ഞ് തീർന്നെടുത്ത് നമ്മുടെ അനി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. ഡീൽ ഉറപ്പിക്കാൻ വരട്ടെ സാർ, ഒരാളും കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ അബി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അനി, അയ്യോ അബിയുടെ ചങ്ക് കത്തിപ്പോയി. അതുപോലെ തന്നെ ഡേവിഡിൻ്റെയും. അബി കണ്ണ് തുറച്ച് പിടിച്ചതേ നമ്മുടെ ഡേവിഡിനെ നോക്കുക. അതുപോലെ തന്നെ ഡേവിഡ് തിരിച്ചു. പണിപാളിയെന്ന് മനസ്സിലായി ഇവർക്ക്. ഇവൻ പങ്കെടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്, ഇതിപ്പോൾ എവിടുന്ന് ഓടിയെത്തിയതെന്ന് അബി ഡേവിഡിനോട് ചോദിക്കുക. അപ്പം ഇത് ശരിയല്ലേ സാർ, ലേറ്റ് എൻട്രി അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഡേവിഡ് ചാടിക്കയറി പറയുക. ഇവിടെ മൂർത്തീസ് ജ്വല്ലറി കൊട്ടേഷൻ തന്നിട്ടില്ല, അത് നിങ്ങൾ വിട്. ഇന്നലെ മൂർത്തീസ് ജ്വല്ലറി അവരുടെ കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസും കൃത്യസമയത്ത് തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ സാറ് പറയുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി ഡേവിഡ് ഞെട്ടി. അതുകൊണ്ട് ലേറ്റ് എൻട്രി ആണെങ്കിലും ഈ ഡീലിൽ നിന്ന് മൂർത്തീസ് ജ്വല്ലറിയെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുവാണ്. അപ്പോൾ താങ്ക് യു സാർ എന്ന് അനി പറഞ്ഞു. ഞങ്ങൾ കാട്ടിയത് വെറും ഗോൾഡല്ല, അത് തലമുറകൾ കൈമാറിയ പാരമ്പര്യമാണ് എന്ന് അനി അവിടെ പറയുക. എവിടെനും അബിക്കും ഭയങ്കരമായിട്ട് കലിപ്പ് വന്നിരിക്കുകയാണ്. പ്ലീസ് സാർ യുവർ കണ്ടിന്യൂ എന്ന് അനിയോട് അവിടെയുള്ളവർ പറഞ്ഞു. അപ്പോൾ ഡിസൈൻസ് പലരും കൊണ്ടുവന്നിരുന്നു, പക്ഷേ പാരമ്പര്യം ഒരാൾ മാത്രമാണ് നിലനിർത്തിയത്. അതുകൊണ്ട് ബെനറ്റ് ജെയിൻസ് മൂർത്തീസ് ജ്വല്ലറിയെ സെലക്ട് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞു. അതേ കിടക്കുന്ന ചട്ടിങ്കലും. നമ്മുടെ അനി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം ഇങ്ങനെ അനിയെ ഒരു നോട്ടം. നമ്മുടെ അനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് അബിയെ നോക്കുന്നു. അപ്പം ഈ ഡീൽ അവർക്കുള്ളതാണെന്നും ഇത് അവർക്ക് കൊടുക്കുകയാണെന്നും ആ സാറ് പറയുമ്പം, ഇത് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ ഉണ്ടല്ലോ സാർ എന്ന് ഡേവിഡ് ചോദിക്കുമ്പം, ഒരിക്കലും അല്ല, അത് നമ്മൾ മലയാളികളുടെ ഒരു പ്രവണതയാണ്. എന്നാൽ വിദേശ കമ്പനികൾ ഒരിക്കലും അങ്ങനെയല്ല, അവർ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന കാര്യം ആ സാറ് പറയുകയാണ് ഈ ഡേവിഡിനോട്. നല്ല മറുപടി കൊടുത്തു കേട്ടോ. വലിയ ആൾ കളിക്കാൻ പോയതാ. കഴിഞ്ഞ തവണ മുംബൈയിൽ വെച്ച് നടന്ന ഡീലിൽ അങ്ങനെയാണ് AN ജ്വല്ലറി ഒന്നാമത് എത്തിയതെന്നുള്ള കാര്യം ഇയാൾ പറയുക. അന്നേ സംസാരം മിസ്റ്റർ ഡേവിഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ. എങ്കിലും അവസാന നിമിഷം ഇങ്ങനൊരു തീരുമാനം നടന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് സാറിന് അബി. അപ്പം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അബിയോട്. ഇവിടെ ഓരോ ജ്വല്ലറിയുടെയും MDമാരാണ് എത്തിയിരിക്കുന്നത്. അതിനിടയിൽ നിങ്ങളുടെ സംസാരത്തിന് ഞങ്ങൾക്ക് മറുപടി തരേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ മാനേജറാണ് അഭി എന്ന് ഡേവിഡ് പറയുമ്പോൾ, ആയിക്കോട്ടെ, ഇവിടെ AN ജ്വല്ലറിക്ക് വേണ്ടി ഡേവിഡ് സാറ് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അതിനു മുകളിൽ ഇയാൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നും ആ വലിയ സാറുമാർ പറയാതെ കിടക്കുന്ന അബിക്ക് വീണ്ടും തിരിച്ചടി. അബിയെ എല്ലാവരും ഇങ്ങനെ പായിക്കുക അവിടെ. ആ സമയത്ത് ഇനി നല്ല സന്തോഷത്തിൽ നോക്കി നിൽക്കാം. അപ്പോൾ വിൽ ചൂസ് മൂർത്തീസ് ജ്വല്ലറി, ഓക്കെ എന്നാലുള്ള ഒരു സാറ് പറഞ്ഞു. എൻ്റെ പൊന്ന്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതെ പ്ലീസ് സാർ എന്നും പറഞ്ഞ് അനിയെ കൊണ്ട് അവർ കോൺട്രാക്റ്റിൽ സൈനും ചെയ്യിച്ചു. നമ്മുടെ അനി നല്ല സൂപ്പറായിട്ട് ഒപ്പൊക്കെ ഇട്ട് തലയെടുപ്പോടെ അഭിയുടെ നേരം നോക്കിയ ഒരു നിൽപ്പുണ്ടായിരുന്നു അവിടെ. ആ നിൽപ്പ് ഒരു 1.5 നിൽപ്പായിരുന്നു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, എന്നാലും ഇത് വലിയ ചതിയായിപ്പോയല്ലോ സാറേ എന്ന് അബി ഡേവിഡിനോട് പറയുമ്പം, കഴിഞ്ഞ തവണ സംഭവിച്ചതൊക്കെ മനസ്സിൽ കിടന്നതുകൊണ്ട് നമ്മളെ തന്ത്രപൂർവ്വം പറ്റിച്ചതാണെന്ന് ഡേവിഡ് പറയുകയാണ് അഭിയോട്. മൂർത്തിയുടെ ഇളയ കൊച്ചുമോൻ ഭരണം ഏറ്റെടുത്തത് കൊണ്ട് പെട്ടെന്ന് തകരുമെന്നുള്ളതായിരുന്നു നമ്മളുടെ ആ ഒരു വിശ്വാസം എന്നും, എന്നാൽ അത് ശരിയല്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്നും ഡേവിഡ് ചോദിക്കും. ചേട്ടനേക്കാളും ബുദ്ധിയുണ്ട് അവനെന്ന് പറയുമ്പം, അത് ഇവൻ്റെ ബുദ്ധി മാത്രമാണോ അതോ ആദർശിൻ്റെ ബുദ്ധിയും ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാറെന്ന് അഭി. പിന്നെ ഇതിൻ്റെ സംഘാടകർ നമ്മളോട് ഇക്കാര്യം പറഞ്ഞതുമില്ലല്ലോ. അപ്പോൾ അവരത് പറയില്ല. അവർക്കതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം അവർക്കില്ലെന്നേ. പിന്നെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തില്ല എന്ന് ഒരു ധാരണ പരത്തിയത് ഇവൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഈ അനിയെന്ന് പറയുന്നവൻ എന്നിട്ടല്ലേ ഇമാതിരി പണിയവൻ കാണിച്ചതെന്നും ഡേവിഡ് ചോദിക്കുക. ഇതിപ്പോൾ വലിയ വാർത്തയാകും. മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയർ കുറച്ച് നാളുകൾക്ക് ശേഷം കുതിച്ചുയരാൻ പോവുകയാണെന്നും ഡേവിഡ് പറയുന്നത് കേട്ടോണ്ട് അനി ഇറങ്ങി വരുന്നത്. എന്നും ഒരു കമ്പനി മാത്രം എല്ലാ ഡീലുകളും സ്വന്തമാക്കിയാൽ പോരല്ലോ സാർ, ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ പാവങ്ങളും കുറച്ച് മത്സരങ്ങളിൽ വിജയിക്കണ്ടേന്ന് ചോദിച്ചു അനി. ഒന്ന് പുഞ്ചിരിക്കെങ്കിലും വേണ്ടേന്ന് ചോദിച്ചു. അബി ഇങ്ങനെ നോക്കി നിൽക്കുക. നീ ഈ ഡീലിന് ഇല്ല എന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നല്ലേ അന്ന് അബി ചോദിക്കുമ്പം, കഴിഞ്ഞ തവണ മുംബൈയിൽ വെച്ച് ഇതുപോലൊരു ഡീല് നടന്നപ്പോൾ എൻ്റെ ഏട്ടനെ ജ്യൂസ് കൊടുത്താ ഉറക്കിക്കിടത്തിയതെന്നുള്ള കാര്യം അനി പറയാം. അപ്പോൾ അബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് വെട്ടിച്ചുകൊണ്ട് നിൽക്കാം. ആ സമയത്ത്
ആദർശേട്ടൻ ഡീൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ AN ജ്വല്ലറി എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു എന്ന കാര്യവും അനിവന്മാരോട് പറയണു. അവിടെ തുടങ്ങിയതാ ഞങ്ങളുടെ തകർച്ച എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഇവിടെ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ മാത്രമാണ് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നതെന്നും അനി പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ നിൽക്കുക ഡേവിഡ്. നയന കളക്ഷൻസിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതിനിപ്പോഴും അതിൻ്റെതായ ഡിമാൻഡും എല്ലാം ഉണ്ട്. ഇനി അങ്ങോട്ട് മത്സരം അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു. വിഷു നിങ്ങൾ തൂക്കിയെങ്കിൽ ഓണം ഞങ്ങൾ തന്നെ എടുക്കുമെന്ന് പറഞ്ഞു. അനി കൊച്ചനെ വലിയൊരു ഡീല് സ്വന്തമാക്കിയെന്ന് കരുതി AN ജ്വല്ലറിയെ വില കുറച്ച് കാണരുത് കേട്ടോ എന്ന് ഡേവിഡ്. അയ്യോ ഞങ്ങൾ ആരെയും നിസ്സാരമായിട്ടൊന്നും കാണാറില്ല സർ. ബിസിനസ് നേടാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി സ്വീകരിക്കാറുമില്ല. നേർക്ക് നേരെ നിന്ന് മുട്ടിയാൽ ഇന്ന് മൂർത്തി ജ്വല്ലറിക്ക് മുകളിൽ ഇവിടെ ഒരു ജ്വല്ലറിയും പറക്കില്ല. ഇതിൻ്റെ പിന്നിൽ നിന്റെ ബുദ്ധിയല്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് അഭി. ആദർശ് നിന്നെ നന്നായി സഹായിക്കുന്നുണ്ടാകുമെന്നും അറിയാമെന്ന് പറയുമ്പം അതേപ്പറ്റിയൊന്നും തൽക്കാലം നീ അറിയേണ്ട കാര്യമില്ല എന്ന് അനി പറയാം. നീ മാനേജറായി കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ AN ജ്വല്ലറി കുതിച്ചുയർന്നു എന്നായിരുന്നല്ലോ നീ പറഞ്ഞിരുന്നത്. അത് നിന്റെ ഭാഗ്യമാണ് എന്നായിരുന്നല്ലോ നീ പറഞ്ഞിരുന്നത്. എന്നാൽ നീ ആദ്യമായി പങ്കെടുത്ത ഒരു ഡീലായിരുന്നു ഇത് അല്ലേ? അവിടെ ഇവനെ കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് സാറിന് പരാജയം സംഭവിച്ചതെന്ന് അനി ഡേവിഡിനോട് പറയുന്നു. പിന്നെ അല്ല, ഇനി എന്തായാലും അത് തുടർന്നും അങ്ങ് ഉണ്ടായിക്കോളും, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. AN ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് ഇവൻ വേഗത കൂട്ടത്തേ ഉള്ളൂ. അത് നിങ്ങൾ നോർമയിൽ വെച്ചേക്കാനും അനി പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അബിക്ക് സഹിക്കുമോ? അബി ഇങ്ങനെ തുറച്ചു നോക്കും അനിയെ. നല്ല പഞ്ച് ഡയലോഗ് അടിച്ച് നമ്മുടെ അനി അവിടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങ് പോരുവാണ്. അപ്പം ഇതെന്നാലും എങ്ങനെ സംഭവിച്ചു എന്ന് ഡേവിഡ് അബിയോട് ചോദിക്കുമ്പം അറിയില്ല. അതുപോലെ തന്നെ എന്നെ ഇവിടെയുള്ളവരെയും ഇവിടുന്ന് ആക്ഷേപിച്ചു. എന്നെ ഒരു പുറമ്പോക്കായിട്ടാണ് ഇന്ന് സംഘാടകർ കണ്ടതെന്നൊക്കെ അബി പറയാം. എൻ്റെ അച്ഛൻ്റെ സ്ഥാപനമാണ് AN ജ്വല്ലറി. അതുകൊണ്ട് എനിക്കും അതിൻ്റെ ഒരു പദവിയും പത്രാസും വേണം എന്ന് അബി പറയുമ്പോൾ ഡേവിഡ് അന്തം വിട്ട് നോക്കുക. അല്ല, ഞാനെന്തിനാ നിങ്ങളെ സാറേന്ന് വിളിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മോനെ എന്ന് ഡേവിഡ്. ഓക്കെ ശരി, ഇനി മുതൽ ഞാൻ അങ്കിൾ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. അതല്ലേ നല്ലത് എന്ന് അഭി ചോദിക്കുമ്പം പക്ഷെ അങ്ങനെ വിളിക്കുമ്പോഴേ പലർക്കും സംശയം തോന്നും, നവ്യയ്ക്കുൾപ്പെടെ. ഓ അതും ശരിയാണല്ലോ. എന്നാൽ പിന്നെ സാറിന് തന്നെ വിളിക്കാം അല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എങ്കിലും എൻ്റെ അച്ഛൻ്റെ ശമ്പളക്കാരനെ അങ്ങനെ വിളിക്കുന്നതിലേ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് അഭി. ഏതായാലും തോറ്റില്ലേ, ബാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അവിടെ നിന്ന് പോയി. അബി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് ഇവൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നാഗേന്ദ്രൻ അവിടെ ഭയങ്കര പ്രതീക്ഷകളോട് കൂടി ഇരിക്കുവാണ്. ഈ സമയത്ത് ലാപ്ടോപ്പ് കൈ പിടിച്ചിങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഒന്നും ഡീറ്റെയിലുകൾ വരുന്നില്ല. ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോഴേക്കും അവന്തിക മോൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ, അപ്പം എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ മോളെ, നമ്മുടെ ഷെയർ കുത്തനെ താഴുന്നു, മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ കുതിച്ചുയരുന്നു എന്നുള്ളൊരു വാർത്തയും ഉണ്ടെന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴേക്കും എന്താ അടുത്ത കോള് വന്നു. ലാപ്ടോപ്പൊക്കെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ചാടി ചെന്ന് ഫോൺ അങ്ങ് എടുത്തു. അയാളാ ഡേവിഡാ വിളിക്കുന്നതെന്നും പറഞ്ഞ് ചാടി കോൾ എടുക്കുക. ഹലോ ഡേവിഡ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ന്യൂസ് ഡേവിഡ് ഇങ്ങോട്ടേക്ക് പറയുന്നു. പോയോ ഒന്നും ചോദിച്ചുകൊണ്ട് ഒരു ഒറ്റ അലർച്ചയായിരുന്നു. ഷിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ എടുത്തൊരു ഒറ്റ എയറായിരുന്നു അയാൾ. ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നാഗേന്ദ്രൻ അവന്തികയോട് പറയണു. മൂർത്തീസ് ജ്വല്ലറി പിടിച്ചടക്കിയെന്നും അതിന് അനിയേട്ടൻ അങ്ങോട്ട് പോയില്ലല്ലോ അച്ഛാ എന്ന് അവന്തിക പറയുമ്പം എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല മോളെ. നമ്മളെ അതിവിദഗ്ധമായിട്ട് അവർ പറ്റിച്ചതാണോ എന്ന് പോലും എനിക്കറിയില്ല എന്ന കാര്യവും അച്ഛൻ മകളോട് പറയുവാണ്. അന്ന് ബോംബെയിൽ വെച്ച് നടത്തിയ ഡീലിനേക്കാളും 10 മടങ്ങ് നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഡീലിനാണ് നമ്മളിപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നതെന്ന കാര്യവും പറഞ്ഞ് മൂർത്തീസ് ജ്വല്ലറി വീണ്ടും തല പൊക്കുകയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളെറിയുന്നതിൻ്റെ 10 മുഴ മുന്നെയാണ് അവരിപ്പോൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന കാര്യവും അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടിട്ട് നിനക്കൊരു വിഷമമില്ല മോളെ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അനിയേട്ടനാണല്ലോ ഡീൽ ഉറപ്പിച്ചത്, അവനാണല്ലോ നിന്റെ ഭർത്താവായിട്ട് ഇനി വരാൻ പോകുന്നത്, അതിൻ്റെ സന്തോഷമായിരിക്കും നിനക്കല്ലേ എന്ന് ചോദിക്കുമ്പം അതിന് ഞാൻ സന്തോഷിക്കല്ലേച്ചാ വേണ്ടതെന്ന് അവന്തിക ചോദിക്കുമ്പം ഒരിക്കലും പാടില്ല. മൂർത്തീസ് ജ്വല്ലറി കൂപ്പുകുത്തിയതിനു ശേഷം അനിയും മോളും ഒന്നിച്ചു കഴിഞ്ഞതിന് ശേഷമേ അവർക്കൊരു ഉയർച്ച ഉണ്ടാകാൻ പാടുള്ളൂ. അതിനു മുൻപ് അവർ ഉയർന്നാൽ അനിയൻ നിനക്ക് കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യവും നാഗേന്ദ്രൻ പറഞ്ഞു കൊടുക്കുക. എന്തായാലും ഒരു രാശിയില്ലാത്തവനാണ് എൻ്റെ മൂത്ത മോനെന്ന് അച്ഛൻ പറഞ്ഞു. അവൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു ഡീലായത്. അതിലവൻ അനിയുടെ മുമ്പിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. അനി അവനെ പുറത്താക്കിയതുകൊണ്ട് അവൻ്റെ മുന്നിൽ ജയിക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടു പോയവനാണെന്ന കാര്യം പറയാം. എന്നിട്ടിപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതോ അവൻ. അവർ വന്നു കഴിഞ്ഞാലേ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ലേ അച്ഛാന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തറിയാനാ, തോറ്റു, നമ്മുടെ മൂല്യം കുറഞ്ഞു, അത്രേ ഉള്ളൂ.
മൂർത്തീസ് ജ്വല്ലറി വീണ്ടും കുതിച്ചു കയറി. അവന്തിക്ക് ഇത് കേട്ട് അന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. നാഗേന്ദ്രൻ ഭയങ്കര കലിപ്പിലും ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നയനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, ആദർശൊക്കെ വരുന്നത് നോക്കി. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ കയറി വരുന്നു. വിജയിച്ച നമ്മുടെ MD വന്നിരിക്കുന്നത് എന്ന് ആദർശ് നയനോട് പറയുമ്പം അനി എന്നും പറഞ്ഞു ഭയങ്കര ഇത് നയനയ്ക്കും. ഏട്ടത്തി സാധാരണ ഈ സിനിമയിലൊക്കെ ഹീറോ എൻട്രി ചെയ്യുന്നത് പോലെ ഞാനവിടെ എൻട്രി ചെയ്തതേ. പിന്നെ അപ്പം തന്നെ ആ ഡേവിഡിൻ്റെയും അവിയുടെയൊക്കെ പകുതി ജീവൻ അങ്ങ് പോയായിരുന്നു. ഒന്ന് കാണേണ്ടതായിരുന്നു. അപ്പോഴാണ് നമ്മളതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞത് തന്നെ. അതിനുശേഷം നമുക്ക് അർഹിച്ച വിജയം ഉണ്ടായി. ഇനിയിപ്പോൾ തല ഉയർത്തിപ്പിടിച്ച മുത്തശ്ശന് മുന്നിലോട്ട് ചെല്ലാലോ നിനക്ക്. അപ്പോൾ ഞാൻ തല ഉയർത്തി പിടിക്കുമ്പം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതേ ഏട്ടനും ഏട്ടത്തിയാണെന്ന കാര്യം അനി ഇങ്ങനെ ഇവരോട് പറയണു. പിന്നെ ഏട്ടൻ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാക്കി എന്നെ അങ്ങോട്ട് വിടുകയായിരുന്നില്ലേ എന്ന് അനി ചോദിച്ചു. അതുകൊണ്ട് ഈ വിജയം ഏട്ടൻ്റെ വിജയമാണെന്നും പറഞ്ഞു. എടാ, ഇനി കമ്പനിയെ നയിക്കേണ്ടതേ നീയാ, ഒരിക്കലും അല്ല. ഏട്ടനും മുത്തശ്ശനും തമ്മിലുള്ള പിണക്കം മാറിക്കഴിഞ്ഞാലേ MD കസേരയിൽ വന്ന് ഏട്ടൻ തന്നെ ഇരിക്കണമെന്ന കാര്യം പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ അനി ആദർശിനോട്. അന്ന് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ രാജു ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ രാജകുമാരനെ പറ്റിയും തിരിച്ചു വന്നപ്പോൾ ആ രാജകുമാരൻ്റെ അനിയൻ രാജഭരണം തിരിച്ചേൽപ്പിച്ച കഥയൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അത് തന്നെ ഇവിടെയും ആവർത്തിക്കണമെന്ന് അനി ആദർശിനോട് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഏട്ടൻ്റെ പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ MD കസേരയിൽ ഇരുന്നിട്ടുള്ളതെന്നും അതെനിക്ക് അവകാശപ്പെട്ട കസേരയല്ല ഏട്ടാന്നും എന്നു മാത്രമല്ല അത്രയും വലിയൊരു ഭാരമൊന്നും എനിക്ക് ഏറ്റെടുക്കാനും വയ്യായെന്നും അനി പറയാണ്. പിന്നെ ഇപ്പം തന്നെ എനിക്കൊന്ന് ഫ്രീ ആകാൻ കൂടി പറ്റണില്ല എന്നും. നീ ഫ്രീ ആവാത്തതാണ് നല്ലത്. നീ ഫ്രീ ആയിക്കഴിഞ്ഞാലേ നമ്മുടെ നന്ദുവിനെ ശല്യം ചെയ്യത്തില്ലേ എന്ന കാര്യം ചോദിച്ചു. ഞാനും നന്ദുവും തമ്മിൽ അതിനിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ എന്ന് അനി പറഞ്ഞപ്പം അങ്ങനെയൊന്നും നീ പറയണ്ട ആദർശേട്ടനെ, പറഞ്ഞ കാര്യമൊക്കെ ശരിയാ. നിങ്ങൾ രണ്ടുപേരും എൻഗേജ്ഡ് ആവുന്നത് തന്നെയാണ് നല്ലതെന്ന് അനി പറയണു. അനിയോട് നയനയും പറഞ്ഞു. എൻഗേജ്ഡ് ആയാലും പരസ്പരം കാണാനും വിളിക്കാനും ഒക്കെയുള്ള സമയം കണ്ടെത്തുമല്ലോ അവൻ. അങ്ങനെ കണ്ടതായിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഏതെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു അനി. തെളിവില്ലെങ്കിലും വന്ന് ഇവിടുത്തെ 3-ാം മാസ ചടങ്ങിൻ്റെ ആ സമയത്ത് നിങ്ങളുടെ നോട്ടവും ഇതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചതായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു. അതുപോലെ തന്നെ അടുക്കള ഭാഗത്ത് പലതവണ പമ്മി നിന്നെന്നേ അമ്മ പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അല്ല, ഇപ്പം അതൊന്നും അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് AN ജ്വല്ലറിക്ക് ഇങ്ങനൊരു ഷോക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ട്രീറ്റ് നിനക്ക് തരണമെന്നുണ്ട്. പക്ഷേ നീ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ല്. അവിടെ ഉള്ളവരുമായിട്ട് സന്തോഷം പങ്കുവെക്കണമെന്ന് ആദർശ് പറഞ്ഞു. മുത്തശ്ശനത് അറിയുമ്പോൾ വലിയ സന്തോഷമായിരിക്കുമെന്നും പറഞ്ഞു. അല്ല, മുത്തശ്ശനിപ്പോൾ ഇത് അറിഞ്ഞ് കാണത്തില്ലേ എന്ന് നയന ചോദിക്കും. പിന്നെ അറിയാതെ ഇതൊക്കെ വാർത്തയിൽ വന്നു കഴിഞ്ഞില്ലേ എന്ന് ആദർശ് ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷെയറുകളൊക്കെ നേരെ മുകളിലോട്ടും പോയി തുടങ്ങിയെന്നും പറഞ്ഞു. എനിക്ക് വിജയത്തെക്കാൾ ഉപരി സന്തോഷം തന്നതേ അബിയുടെ മുഖം തന്നെ ആദർശേട്ടാന്ന് നമ്മുടെ അനി പറയാ. അവൻ ആദ്യമായി പങ്കെടുത്തൊരു ഡീല. അത് ജയിച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറാനാ അവൻ ആഗ്രഹിച്ചത്. അങ്ങനെയുള്ളവനെ തല താഴ്ത്തി എൻ്റെ മുന്നിൽ നിന്നത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാഴ്ച കേട്ടോ എന്നും അനി ഇങ്ങനെ ഇവരോട് പറയുമ്പം ഇവർക്ക് അതും ഒരു സന്തോഷം. നമ്മൾ താഴേക്ക് പോയപ്പോൾ അവൻ ചില പ്രസ്താവനകളൊക്കെ നടത്തിയായിരുന്നേ. അവനോട് ചെയ്ത ചതിയുടെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവൻ്റെ അമ്മയും അവനും പറഞ്ഞു നടന്നത് ഓർക്കണുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊക്കെ കൊടുക്കേണ്ട തിരിച്ചടി ഇന്ന് കൊടുത്തു എന്നും അനി പറയുകയും ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുന്നതല്ല എന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ അനി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അതെ നീ വീട്ടിലേക്ക് വേഗം ചെല്ല, എന്നിട്ട് മുത്തശ്ശന് സന്തോഷമൊക്കെ ഒന്ന് വിളിച്ച് പറ ചെല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ആദർശ് നയനയും കൂടെ അനിയെ പറഞ്ഞു വിട്ടു. ഇവർ രണ്ടുപേരും കൂടെ കയ്യും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അതായത് ആദർശും നയനയും കൂടി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ മൂർത്തി അനന്തപുരി കേട്ടോ. അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര സന്തോഷത്തിലെല്ലാവരും. അപ്പോഴത്തേക്കും അവിടെ കിടന്ന് വലിയ ആളാവുകയാണ് ജാനകി. അതായത് മകൻ വിജയിച്ചതിൻ്റെ, എൻ്റെ മോൻ ഇങ്ങനെ MD ആയതിനു ശേഷം ഇതുപോലൊരു വിജയം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ ആദർശിൻ്റെ അത്ര മെടുക്കൊന്നും അവനില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം നീ കൂടുതലൊന്നും സന്തോഷിക്കരുത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആദർശം നയനയും തന്നെയാണെന്നും അല്ലാതെ ഇത് അനിയുടെ മാത്രം വിജയമൊന്നും അല്ല എന്ന് അജയൻ അപ്പം പറഞ്ഞു. ഇത് കേട്ടോണ്ടാ ജലജ ഇറങ്ങി വരുന്നേ. അന്നേരം ജലജയെ അഭി വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നു. അപ്പം ഇല്ലെന്നേ, അവൻ വിളിച്ചില്ല എന്ന് ജലജ പറയാം. ജലജ ഇപ്പം മക്കൾക്ക് വേണ്ടല്ലോ, പിന്നെ വിളിക്കാനൊന്നും ഇല്ലല്ലോ. ആ ഡീല് മിക്കവാറും അവർക്കേ കിട്ടത്തുള്ളൂ എന്ന് ജലജ. അപ്പോൾ ദേവയാനി ഈ ജലജയുടെ നേരെ ഒരു നോട്ടം നോക്കി. അതുപോലെ തന്നെ ജാനകിയും കടുത്ത മത്സരം നടക്കണമായിരുന്നെങ്കിൽ നമ്മളതിൽ പങ്കെടുക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചു.
അപ്പോഴും ഇവരിങ്ങനെ ചിരിക്കുക. ജലജ കഥ അറിയാതെ പറയുകയാണല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ പേടിയും ഭയവും ഉള്ള ഒരാളാണല്ലോ ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD എന്ന് പറയുന്നത്. അതുകൊണ്ടേ അവൻ ഈ ഡീലിൽ നിന്ന് പിന്മാറാനുള്ള കാരണം. അപ്പോൾ എൻ്റെ മോൻ പിന്മാറിയിട്ടൊന്നും ഇല്ല ജലജേ, അവൻ അതിൽ പങ്കെടുത്തിട്ടാ വരുന്നതെന്ന് ജാനകി അന്നേരം പറഞ്ഞു. അപ്പോൾ ദേവയാനി അതെ, പങ്കെടുക്കുക മാത്രമല്ല ആ ഡീല് നമ്മൾ തന്നെ സ്വന്തമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ഇവരെല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ജലജയ്ക്ക് അത് വലിയൊരു ഇരുട്ടടി പോലെ ആയിപ്പോയി. നീയേ ആ ചാനലൊക്കെ ഒന്ന് വെച്ച് നോക്ക്, നമ്മുടെ ഷെയർ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജയം പറഞ്ഞു. പിന്നെ അനി പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞതോ? അതിബുദ്ധി കാണിച്ചല്ലേ കഴിഞ്ഞ തവണ ആദർശിനെ AN ജ്വല്ലറിക്കാര് മുൻപൈയിൽ വെച്ച് തളച്ചതെന്നുള്ള കാര്യം ചോദിക്കുക അജയ്. അത് ആവർത്തിക്കാതിരിക്കാനാ നിന്റെയും നിന്റെ മോൻ്റെയും മരുമോളുടെയൊക്കെ കണ്ണു മൂടി കെട്ടിയതെന്നുള്ള കാര്യം അജയം പറയണു. എന്ന് പറഞ്ഞു ജലജ. ഡീല് നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അനി അവിടെ എത്തിയായിരുന്നു എന്ന കാര്യവും പറഞ്ഞു തീർന്ന് ഇല്ല. അതിനു മുമ്പ് നമ്മുടെ അനിയുടെ വണ്ടി അങ്ങോട്ടേക്ക് വന്നു. വിജയശ്രീ ലാളിതനായിട്ട് കയറി വരികയാണ് നമ്മുടെ അനി. അപ്പോൾ വിജയിച്ച രാജകുമാരനെ പോലെ വരുന്നുണ്ടല്ലോ എന്ന് ജയം പറയുകയാണേ. അങ്ങനെ ഇവരെല്ലാവരും അനിയെ സ്വീകരിക്കാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജയ്ക്ക് മാത്രം ഭയങ്കര കലിപ്പ്. ജലജ എന്നിട്ട് ഇങ്ങനെ കലിപ്പിൽ ഇങ്ങനെ അനിയെ നോക്കും. ഇവരെന്നാലും അങ്ങനെ സാധിച്ചു എന്നുള്ള രീതിയിൽ ചെന്നതേ നമ്മുടെ ജയൻ കൈ കൊടുത്തു, ദേവയാനി കൈ കൊടുത്തു, അതുപോലെ തന്നെ അമ്മ. അപ്പം കൺഗ്രാജുലേഷൻസ് മോൻ എന്ന് പറഞ്ഞ ജലജ ഇടയ്ക്ക് കയറി. നമ്മുടെ പേരും യേശസ്സും നീ നിലനിർത്തിയല്ലോ എന്ന് ഇങ്ങനെ ഈ ജലജ പറയുക. ആ സമയത്ത് അപ്പച്ചി എത്രമാത്രം വിഷമിച്ചാ ഇത്രയും പറഞ്ഞതെന്ന് എനിക്ക് അറിയാമെന്നും. അല്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് അറിഞ്ഞോ വല്യമ്മേ എന്ന് ഞാൻ ചോദിച്ചു. അത് പിന്നെ അറിയാതിരിക്കോടാ. അവിടെ മോൻ ഡീല് സ്വന്തമാക്കിയപ്പോൾ തന്നെ ആദ്യം അറിഞ്ഞതേ നിന്റെ മുത്തശ്ശനാണെന്നുള്ള കാര്യം പറയുവാണ് ദേവയാനി. എന്നാലേ ഞാൻ രണ്ടാളിൽ നിന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അങ്ങോട്ടേക്ക് കയറി പോണു മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ. അങ്ങനെ നമ്മുടെ ശനിദശ തീർന്നെന്ന് തോന്നുന്നു ചേട്ടാ എന്ന് അജയൻ പറയുമ്പം തീരണം, അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് നമ്മളെ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളതെന്നും എന്നിട്ടും കള്ളന്മാർക്ക് മുന്നിൽ നമുക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നും ജയൻ അവിടെ നിന്ന് പറയുവാണ്. ഇനിയും അത് ആവർത്തിക്കാൻ പാടില്ല എന്നും. ജലജ അന്നേരത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുക. പണി പാളിയെന്ന് ജലജയ്ക്ക് മനസ്സിലായതുകൊണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്നത് ആപ്പിളൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മുത്തശ്ശാന്ന് വിളിച്ച് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അറിഞ്ഞില്ലേ കാര്യങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് മുത്തശ്ശനെ ഒന്നും അറിയാത്ത പോലെ. അപ്പം മുത്തശ്ശി ഇങ്ങനെ നോക്കാം. ഇപ്പം ന്യൂസിലൊക്കെ വന്നു കാണുമല്ലോ. ഞാൻ ന്യൂസൊന്നും നോക്കിയില്ല, എന്താ നടന്നതെന്ന് നീ പറഞ്ഞോ എന്ന് മുത്തശ്ശൻ. നമ്മൾ ജയിച്ചു മുത്തശ്ശ, ആ ഡീല് നമ്മൾ സ്വന്തമാക്കി എന്ന് അനി പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് ഭയങ്കര സന്തോഷം. നീ അത് സ്വന്തമാക്കിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു മോനെ, പിന്നെ നീ വന്നു പറയുമ്പോൾ അതറിയാത്തതുപോലെ കാണിക്കുന്നതല്ലേ നിൻ്റെ ഒരു സന്തോഷം എന്ന് മുത്തശ്ശൻ മനസ്സിൽ ഇങ്ങനെ പറയാം. അപ്പം ആഹാ എന്ന് പറഞ്ഞ് മുത്തശ്ശി ചാടി കയറി കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തു കൊച്ചുമോനെ. അതുവാ ഇത് എൻ്റെ വിജയമല്ല, ആദർശേട്ടൻ്റെയും ഏട്ടത്തിയുടെയും വിജയമാണെന്ന് അനി പറയുമ്പോൾ മുത്തശ്ശനിങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നീ എന്തിനാണ് നിൻ്റെ വിജയം മറ്റുള്ളവർക്ക് പകുത്തു നൽകുന്നത് എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിക്കുവാണ്. ഇത് നിൻ്റെ മാത്രം വിജയമാണെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് MD ആയതിനു ശേഷം ഏറ്റവും വലിയ ഡീലാണ് നീ ഇപ്പം നേടിയിരിക്കുന്നതെന്ന കാര്യമൊക്കെ മുത്തശ്ശൻ അനിയോട് പറയുക. അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് നീ ആദർശനും നയനയ്ക്കൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞു. ഞാൻ ആ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് വരെ ഏട്ടനെൻ്റെ മതി ഇവിടെ വേറെ ആരെയും നീ വർണ്ണിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ എന്ന് ചോദിച്ചു. നിന്റെ വിജയം നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്റെ കസേര ഒന്നുകൂടി ഉറച്ചു എന്ന് വേണം കരുതാനെന്നും മുത്തശ്ശൻ പറയണേ. ഇനിയിപ്പം എനിക്ക് ധൈര്യത്തോടെ പറയാം, മൂർത്തി ജ്വല്ലറിക്ക് കഴിവും പ്രാപ്തിയുള്ളൊരു MD ഉണ്ട് എന്ന്. അത് കേട്ടപ്പോൾ അനി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഏട്ടനെ കണ്ടിട്ടാ ഇങ്ങോട്ട് വരുന്നത് എന്ന് അനി പറയുമ്പം അത് ഏറ്റവും വലിയ തെറ്റായിപ്പോയെന്നും ഇങ്ങനൊരു സന്തോഷം ഉണ്ടായപ്പം അത് ഈ വീട്ടിലുള്ളവരെ ആയിരുന്നു ആദ്യം അറിയിക്കേണ്ടിയിരുന്നതെന്ന് പറഞ്ഞപ്പം മുത്തശ്ശ സത്യമായിട്ടും ഏട്ടൻ അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടു. അവൻ അവസരം കിട്ടിയപ്പോൾ അവൻ വിജയിച്ചില്ലല്ലോ, എന്താ ആ സമയത്ത് അവന് മിടുക്കുണ്ടായിരുന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുക. എന്നിട്ടിപ്പോൾ നിന്നെ അവൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് കണക്കിലെടുക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും നടന്നതൊക്കെ എനിക്കറിയാലോ മുത്തശ്ശ എന്ന് അനി. നമുക്ക് വേണ്ടി ഡിസൈൻ തയ്യാറാക്കിയത് ഏട്ടത്തിയാണെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കി നിൽക്കാം. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെയാ ഓർക്കം കളഞ്ഞ് എന്നെ സഹായിച്ചെന്ന് പറയുമ്പം ഒരു കമ്പനിയിൽ ജയിക്കുന്ന അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ മിടുക്കുകൾ കൂടി കൊണ്ടിട്ടാണ് എന്ന് കരുതി വലിയൊരു വിജയം വരുമ്പോൾ അവർക്ക് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും അവരുടെ തലപ്പത്ത് ആരാണോ ഉള്ളത് അയാളാണ് യഥാർത്ഥ വിജയി എന്ന കാര്യം
മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ പലരും നിന്നെ സഹായിച്ചിട്ടുണ്ടാവും, ഞാൻ ഉൾപ്പെടെ നിന്നെ പലരും ഉപദേശിച്ചും കാണും. പക്ഷേ ആ വിജയം അത് നിൻ്റേത് മാത്രമാണെന്ന കാര്യവും മുത്തശ്ശൻ ഇങ്ങനെ അനിയോട് പറയുന്നു. ഒന്നും അങ്ങ് പറയാൻ സമ്മതിക്കുന്നില്ല അനിയെ കൊണ്ട് മുത്തശ്ശൻ. അപ്പോൾ തൻ്റെ മൂത്ത കൊച്ചുമോൻ്റെ കഴിവും പ്രാപ്തിയും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇളയ കൊച്ചുമോൻ്റെ മുന്നിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്ന മുത്തശ്ശൻ്റെ സംസാരവും ഇതൊക്കെ കേട്ട് സന്തോഷത്തോട് വന്ന് നിരാശപ്പെട്ട് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.